ഒരു സ്റ്റാർട്ടേഴ്സ്. ഇപ്പോൾ ഒരാൾ വന്ന് ഒരു മെനു ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വേൾഡിൽ ഒരാൾ വന്നാൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടർ കഴിക്കണം. അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി മേ ബി നിങ്ങളൊരു വൈൻ കുടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വെൽക്കം ഒരു ഡ്രിങ്ക് കോക്ടെയിൽ മോക്ടെയിൽ അങ്ങനെ ആൽക്കഹോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബീവറേജ് വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടർ കഴിച്ചിട്ടുണ്ട്. 2 പേര് വേണമെങ്കിൽ 2 ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ് ഷെയർ ചെയ്യുന്നു. 2 മെയിൻ കോഴ്സ്, അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് വേണം, അതിൻ്റെ കൂടെ ഒരു ബ്രെഡോ റൈസോ വേണം, അത് കഴിഞ്ഞൊരു ഡെസേർട്ട് വേണം, അത് കഴിഞ്ഞൊരു കോഫി. ഇങ്ങനെ ഇതാണ് മിനിമം. ഇത് ഒരാൾ കഴിക്കുമ്പോഴാണ് ഒരു ആവറേജ് സ്പെൻഡ് പെർ പേഴ്സൺ, APC എന്നാണ് നമ്മളതിന് പറയുക. ഇപ്പോൾ നമ്മൾ സാധാരണ പോയാൽ എന്താ ഇവിടെ എന്തുണ്ട് ബിരിയാണി, എങ്കിൽ 2 ബിരിയാണി കഴിച്ചു, അത് മെയിൻ കോഴ്സ് സ്ട്രൈറ്റ് അങ്ങ് പോവാണ്. നേരെ മറിച്ച് നിങ്ങൾ മാറിപ്പോയി ഒരു ചിക്കൻ 65 കഴിച്ചു, അല്ലെങ്കിൽ ഒരു ചെമ്മീൻ ഫ്രൈ 2 സ്റ്റാർട്ടർ, അല്ലെങ്കിൽ ഒരു വെജിൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടർ ആയിക്കോട്ടെ, ഒരു സാലഡ്, ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വന്ന് കഴിക്കുന്നു, ഒരു ബിരിയാണി വാങ്ങിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പറയണ എനിക്ക് ഒരു അപ്പവും ഫിഷ് മോളിയാണ് വേണ്ടത്, അത് കഴിഞ്ഞ് വേണമെങ്കിൽ അപ്പോൾ ആ രീതിയിൽ പിന്നെ ഒരു ഡെസേർട്ട് കൂടെ കഴിക്കുന്ന രീതിയിലായിരിക്കണം മീൽ സെറ്റ് ചെയ്യണം. അതാണ് ഈ ഫ്രഞ്ചുകാരാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ മെയിൻ കോഴ്സ് ഒക്കെ കൃത്യം പോർഷനാണ്. നമ്മുടേത് മെയിൻ കോഴ്സ് ഹൈ ആയി, അത് കാരണം ഡെസേർട്ട് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ എപ്പോഴും ഒരു മീൽ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാർട്ടറും കഴിച്ച് അതൊരു 40 ഗ്രാം ആയിരിക്കണം. കണക്കുണ്ട്, പക്ഷെ നമുക്ക് ആ ഗ്രാമൊന്നും കൊടുത്താൽ പൈസ അതിന്റെ ആഹാരതാണ്. 40 ഗ്രാമാണ് ഒരു സ്റ്റാർട്ടറിൻ്റെ കണക്ക് ഒരാൾ കഴിക്കേണ്ടത്. ഒരു 180 to 220 ഗ്രാമാണ് മെയിൻ കോഴ്സ്. അത് മീറ്റാണ് 200, ഒരു 140 ഗ്രാംസ് ഓഫ് ഫിഷ് പ്രോട്ടീനാണ് അവരുടെ മെയിൻ കോഴ്സ്. അപ്പോൾ എന്താണ്, നിങ്ങൾ ആ സ്റ്റാർട്ടർ 40 ഗ്രാം കഴിച്ചു, ഒരു 180-200 ഗ്രാം ഓഫ് പ്രോട്ടീൻ കഴിച്ചു, അതിൻ്റെ കൂടെ കുറേ സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ യു ക്യാൻ ഹാവ് എ നൈസ് ഡെസേർട്ട് ഓൾസോ.